അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സംഭാവനകൾ അർപ്പിച്ച വിഭാഗമാണ് ഫിഖ്ഹി ധാരകൾ. ധാരാളം ഫിഖ്ഹി ധാരകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തന്നെ ഒരു പ്രത്യേകത, ഏറെക്കുറെ എല്ലാ മേഖലകളിലും വിവിധ ഗ്രൂപ്പുകൾ, തിയോളജിക്കൽ ഗ്രൂപ്പ്, മിസ്റ്റിക്കൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫിഖ്ഹി ഗ്രൂപ്പ്, അങ്ങനെ വിവിധ സ്കൂൾ ഓഫ് തോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തിയോളജി എന്ന മേഖലയിൽ മുഅ്തസിലി, മാതുരീദി, അശ്അരി, അതുപോലെ മുർജിഇ, അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ നമുക്ക് കാണുവാൻ കഴിയും. തസവുഫിൻ്റെ ആധ്യാത്മിക മേഖലകളിൽ നമുക്ക് നിരവധി ഗ്രൂപ്പുകൾ, അത് ചിഷ്തിയാവട്ടെ, ചിഷ്തി, അതുപോലെ തന്നെ സുഹ്റവർദി, നക്ഷബന്ദി, ഖാദിരി അടക്കം പിന്നെയും ധാരാളം സ്കൂൾ ഓഫ് തോട്ടുകളും മിസ്റ്റിക്കൽ ഡൈമെൻഷൻ സംസാരിക്കുന്ന ഗ്രൂപ്പുകളെ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് ഈ വിഷയങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന, എന്നാൽ കുറച്ചുകൂടി ഇസ്ലാമിൻ്റെ ലീഗൽ തിയറിനെ കുറിച്ചും മുസ്ലിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളുടെ അതിൻ്റെ പ്രതിവിധി എന്ന നിലയിലും മതപരമായ ഇസ്ലാമിക വശങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഫത്വകളുടെ നിയമനിർമ്മാണങ്ങൾ നടത്തിയ, അതിന് അടിയാധാരങ്ങൾ ഒരുക്കിയ പണ്ഡിതന്മാരുടെ സംഭാവനകളാണ് പിന്നീട് മദ്ഹബ് എന്ന രീതിയിൽ അറിയപ്പെട്ടത്. വീക്ഷണമെന്നും അഭിപ്രായമെന്നും അറിയപ്പെടുന്ന മദ്ഹബ് എന്നുള്ള പദം സ്വാഭാവികമായും പണ്ഡിതന്മാരിലേക്ക് ചേർക്കുവാൻ കാരണം അത് ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ചിന്താധാര ലോകത്ത് നേടിയ സ്വാധീനം കൊണ്ടാണ്. നമുക്കറിയാം, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നീ 4 പേരുടെ മദ്ഹബുകളാണ് സുന്നി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അതല്ലാതെ തന്നെ ഷിഈ മുസ്ലിങ്ങൾക്കിടയിൽ ജാഫരി മദ്ഹബും സൈദി മദ്ഹബ് അടക്കം വേറെയും ചില മദ്ഹബുകളും നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് സുന്നി മദ്ഹബുകളെ കുറിച്ചിട്ടാണ്. അത് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നുഅ്മാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 699 അമവി കാലഘട്ടത്തിൽ ജനിക്കുകയും 767 അബ്ബാസി കാലഘട്ടത്തിൽ മരണമടയുകയും ചെയ്ത പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ. കൂഫയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ അൽ കൂഫി എന്ന രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ലോകപ്രശസ്ത മുസ്ലിം വിഭാഗങ്ങളിലൊന്നായ ജാഫരി മദ്ഹബ്, അതിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഇമാം ജാഫർ സാദിഖ്, അതായത് ഷിഈ വിഭാഗത്തിൻ്റെ പ്രധാന പണ്ഡിതനായി പരിഗണിക്കുന്ന ഇമാം ജാഫർ സാദിഖ് ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദായിരുന്നു എന്നും നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പണ്ഡിതനായിരുന്ന ഇമാം ഹമ്മാദ് ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദായിരുന്നു. ഈ പണ്ഡിതന്മാരിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക അന്വേഷണങ്ങൾ തുടങ്ങുകയും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വിശാലമായ മദ്ഹബിൻ്റെ ആളായി മാറുകയും ചെയ്യുന്നത്. ഇമാം അബൂ ഹനീഫ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുസ്ലിം ലോകത്ത് സംഭവിച്ച വലിയൊരു ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിൻറ്റിൻ്റെ കാലഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലോകത്ത് രൂപപ്പെട്ട വിവിധ ചിന്താധാരകളെ, പ്രത്യേകിച്ച് അഭിപ്രായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വ്യക്തിഗത അഭിപ്രായം, അതുവരെ നഖലിനെയും റിവായത്തിനെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സാമ്പ്രദായിക വൈജ്ഞാനിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇമാം അബൂ ഹനീഫ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ റഈ എന്ന് പറയുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അല്ലെങ്കിൽ സലഫ് സാലിഹിൽ നിന്നുമുള്ള വ്യത്യസ്തമായ, അദ്ദേഹം ഒരു താബഈ പരമ്പരയിൽപ്പെടുന്ന ഒരാളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടല്ല ഇമാം അബൂ ഹനീഫ മുന്നോട്ട് വെക്കുന്നത്. പകരം ഖുർആൻ്റെയും ഹദീസിൻ്റെയും മൗലികതയിൽ നിന്നുകൊണ്ട് സ്വഹാബികളുടെയും എല്ലാം ആ ഒരു ചിന്തയുടെയും അതിൻ്റെ ഒരു ഫ്രെയിംവർക്കിന് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ തരത്തിലുള്ള ചിന്തകളുടെ ഒരു ഉൽപ്പാദനം എന്ന രീതിയിലാണ് അദ്ദേഹം നടന്നത്. അതല്ലാതെ ഖുർആനും ഹദീസിന് വിരുദ്ധമായ തരത്തിൽ ബുദ്ധിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നില്ല ഇമാം അബൂ ഹനീഫ ചെയ്തിരുന്നതെന്ന് നമുക്കറിയാൻ കഴിയും. പിൽക്കാലത്ത് റഈ എന്നുള്ളത്, അഹ്ലി റഈ എന്നത് ഇമാം അബൂ ഹനീഫയുടെ ഫോളോവേഴ്സ് പിന്നീട് അറിയപ്പെട്ടതും എന്ന് അറിയാം.
പക്ഷേ ഇവിടെ അഹ്ലു റഈ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഖുർആൻ്റെയും ഹദീസിൻ്റെയും തന്നെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയുടെ ഒരു വ്യവഹാരമായിരുന്നു, അല്ലാതെ അതിൽ നിന്ന് മാറി നിന്നതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റഈനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഓറിയന്റൽ റൈറ്റിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ പിൽക്കാല വന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ നിരൂപണങ്ങളാവട്ടെ, അവിടെയെല്ലാം ഒരു ഇൻഡിപെൻഡൻ്റ് ഒപ്പീനിയൻ എന്ന ഒരു തലത്തിലാണ് റഈനെ കൂടുതൽ വിശദീകരിക്കുന്നത്. ആ ഒരു തരത്തിലുള്ള വിശദീകരണം അപകടകരമായ ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. കാരണം ഒരിക്കലും ഇമാം അബൂ ഹനീഫ ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ഫ്രെയിംവർക്കിൽ നിന്ന് മാറിക്കൊണ്ടിട്ടുള്ള ഒരു ചിന്തയായിരുന്നില്ല അദ്ദേഹം സമർപ്പിച്ചതെന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി തന്നെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ കാഴ്ചപ്പാടിനെ അദ്ദേഹം ഈ ചിന്തകളെ ഒരു അഖിലിനെയും കൂടി നഖലിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ള കാരണം എന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയായിരുന്നു. നിരവധി ഒരു യുക്തിവാദ തരത്തിലേക്കുള്ള മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ അവിടെ ഇസ്ലാമിൻ്റെ യുക്തി ഭൗതികതയും യുക്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഉള്ള പശ്ചാത്തലത്തിലാണ് മുസ്ലിം സൊസൈറ്റിക്ക് അനുഗുണമായ ഒരു തരത്തിൽ യുക്തിയെ ബുദ്ധിയെ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം ഇമാം അബൂ ഹനീഫ രൂപപ്പെടുത്തിയതെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തിൻ്റെ കണ്ടംപററികളായിരുന്നു, അതായത് സമകാലികളായിരുന്നു ഇമാം ഔസായി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് പേരുടെയും സമകാലികരായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമായ വളരെ ഡൈനാമിക്കായ ഒരു പണ്ഡിത ഒരു സാഹചര്യവും കൂടി ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഇമാം അബൂ ഹനീഫ ജീവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ അന്നത്തെ ഭരണാധികാരികൾ അബ്ബാസികൾക്ക് മുമ്പ് അമവികളെല്ലാം അദ്ദേഹത്തിൻ്റെ പല കാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലെല്ലാം ഒരു ജഡ്ജാവാനുള്ള ന്യായാധിപത്യം ഏറ്റെടുക്കാനുള്ള താല്പര്യം ഇദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും അത് നിരസിക്കുകയും അതുപോലെ തന്നെ ഈ അബ്ബാസികളുടെയും എല്ലാം വിവിധ മുസ്ലിം ഗ്രൂപ്പുകളോടുള്ള പ്രത്യേകിച്ച് അഹ്ലു ബൈത്തുകാരോടുള്ള അമവികളുടെയും കാലത്തെല്ലാം അഹ്ലു ബൈത്തുകാരോടുള്ള ശക്തമായ ഒരു വിരോധം ഇദ്ദേഹം അഹ്ലു ബൈത്ത് ഫാമിലിയോട് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാനൊക്കെ കാരണമാവുകയും ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ അതുപോലെ തന്നെ ഭരണകൂടത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഓപ്പോസിഷണൽ ഫിഗർ എന്ന നിലയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമെല്ലാം ഇദ്ദേഹത്തെ കൂടുതൽ ജയിലിൽ താമസിപ്പിക്കുവാനുള്ള കാരണമായി തീരുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റ ഒരു ഇമാമും കൂടിയാണ്. അതായത് ആ കാലത്തുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികളുടെ തന്നെ അക്രമങ്ങളെയും അവരുടെ നിലപാടുകളെയും ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പോലും ജയിൽവാസം അനുഭവിച്ച ഒരു പണ്ഡിതനും കൂടിയാണ് ഇമാം അബൂ ഹനീഫ. ഇദ്ദേഹത്തിൻ്റെ പണ്ഡിത ശിഷ്യന്മാർ തന്നെ നോക്കുമ്പോൾ നല്ലൊരു നിര നമുക്ക് കാണുവാൻ കഴിയും. മുഹമ്മദ് ഷെയ്ബാനി അടക്കമുള്ള ഖറാജിൻ്റെ എഴുത്തുകാരനായിരുന്ന കിതാബുൽ ഖറാജിൻ്റെ എഴുത്തുകാരനായിരുന്ന അബൂ യൂസുഫ് അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇമാം അബൂ ഹനീഫയുടെ ഹനഫി മദ്ഹബിൻ്റെ പ്രധാന സോഴ്സുകൾ എന്നത് സ്വാഭാവികമായും ആദ്യമായി ഖുർആനും പിന്നീട് സുന്നത്തും തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം റഈൻ്റെ, അതായത് റഈ എന്ന് പറയുമ്പോൾ ഒരു ഇസ്തിഹ്സാനും അതുപോലെ തന്നെ ഇസ്തിഹ്സ്ലാഹ് എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം ഇദ്ദേഹം ഫിഖഹിൻ്റെ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരുന്നത് കാണുവാൻ കഴിയും. മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത വിഷയങ്ങളെ അതിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെ കാണുന്ന ഒരു സംവിധാനമായിരുന്നു ഇസ്തിഹ്സാനിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചുള്ളതാണ് ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സ്വഹാബികളുടെ താബികളുടെ എല്ലാം ഇജ്മാ അനിവാര്യമാണ് ഫിഖഹിൻ്റെ ചർച്ചയ്ക്ക് എന്ന് അദ്ദേഹം മുന്നോട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു മുസ്ലിം ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സമ്പ്രദായങ്ങൾ ഉറഫ് എന്നതിനെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറഫ് എന്ന ഒരു ചർച്ച തന്നെ ഫിഖഹിൻ്റെ സാങ്കേതിക സംജ്ഞ തന്നെ ഇസ്ലാമിൻ്റെ മൗലികതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടിട്ടുള്ള ചർച്ചയ്ക്കാണ് ഉറഫ് എന്ന് പറയുന്നത്. അതല്ലാതെ അനിസ്ലാമികമായ ഒരു സാഹചര്യത്തിലെ കസ്റ്റംസിനെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇസ്ലാമിൻ്റെ മൗലികതയ്ക്ക് ചേരുന്ന വിധത്തോളം അത് ഉറഫുണ്ടെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാം, അതിനെ ഒരു പ്രമാണമായി സ്വീകരിക്കാം എന്ന രീതിയിലും ഇദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ ഖിയാസ് എന്നുള്ള ചർച്ചയെ
പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോൾ ഖിയാസ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി മുന്നോട്ട് വെച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സോഴ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ, സുന്നത്ത്, അതുപോലെ തന്നെ ഖിയാസ്, ഇജ്മാ, ഇസ്തിഹ്സാൻ, ഉറഫ്, ഇസ്തിസ്ലാഹ്, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ മസ്ലഹ മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ചിന്തയും കൂടി അദ്ദേഹം മുന്നോട്ട് സമർപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു നിൽക്കുന്ന ഒരു മദ്ഹബായി ഹനഫി മദ്ഹബ് മാറിയത്. പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ നാടുകളിൽ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ നാടുകളിൽ, പിന്നീട് തുർക്കി റീജിയനിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക മദ്ഹബ് എന്ന നിലയിലായി മാറുന്നതും ഇന്ത്യയിൽ വന്ന ഒട്ടുമിക്ക ഡൈനാസ്റ്റികളുടെയും മദ്ഹബായി ഹനഫി മദ്ഹബ് മാറുന്നതും നമുക്കറിയാൻ കഴിയും. ഒരുപക്ഷെ ഇന്നും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി തന്നെ ചേർത്ത് വായിക്കുന്ന മുസ്ലിം പേഴ്സൺ ലോ എന്നത് ഫത്താവ ആലംഗീരിയുമായി കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഫത്താവ ആലംഗീരി എന്നത് അത് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ കളക്ട് ചെയ്ത ഷാവൽദ ദഹ്ലവിയുടെ പിതാവായിരുന്ന ഷെയ്ഖ് അബ്ദുറഹീം അടക്കമുള്ള പണ്ഡിതന്മാർ, ഹനഫി പണ്ഡിതന്മാർ ഔറംഗസേബിൻ്റെ, മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ആവശ്യപ്രകാരം ക്രോഡീകരിച്ചതാണ് ഫത്താവ ആലംഗീരി. അത് ഇന്നും ഇന്ത്യയിലെ മുസ്ലിം പേഴ്സൺ ലോ ബോയുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായി അവശേഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അത് ഇന്ത്യൻ ആണെങ്കിലും, സെൻട്രൽ ഏഷ്യൻ ഭാഗത്താണെങ്കിലും, തുർക്കിക് റീജിയൻസ് ആണെങ്കിലും, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭാഗത്താണെങ്കിലും, അങ്ങനെ ലോകത്തിൻ്റെ നല്ലൊരു ശതമാനം ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബ് വ്യാപിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ഏകദേശം പണ്ഡിതന്മാർ ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായി മാറുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗവും പിന്നെ അവിടുന്ന് നല്ല ശതമാനം ഭാഗങ്ങളും ഹനഫി മദ്ഹബിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഹനഫി മദ്ഹബ് ഈ ലോകങ്ങൾക്കിടയിൽ അവരുടെ നാടിൻ്റെയും അവിടുത്തെ ക്ഷേമത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും അനുസരിച്ച് ഒരു നിയമനിർദ്ധാരണത്തിൻ്റെ സാധ്യത ഒരുക്കി കൊടുത്തതും കൂടി ഹനഫി മദ്ഹബിൻ്റെ വ്യാപനത്തിന് പ്രധാന കാരണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് പ്രധാനപ്പെട്ട മദ്ഹബാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലേക്ക് ചേർക്കപ്പെടുന്ന മാലിക്കി മദ്ഹബ്. 711 ജനിക്കുകയും 795 മരണമടയുകയും ചെയ്ത ഇമാം മാലിക് ബിൻ അനസ് ഇമാം അബൂ ഹനീഫയുടെ തന്നെ സമകാലികനായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ജഅഫർ സാദിഖിൻ്റെ കീഴിൽ വിദ്യാഭ്യസിച്ചതായ ചില ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇമാം മാലിക് ബിൻ അനസിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മുവത്ത എന്ന് പറയുന്ന രചനയാണ്. ആ രചന ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയും. ആ മുവത്തയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും കൂടി ചേർന്ന് എഴുതിയ ആ മുദവ്വന എന്ന് പറയുന്ന രചനയും അത് മാലിക്കി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട 2 സോഴ്സായി മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇമാം മാലിക് ബിൻ അനസിൻ്റെ തന്നെ ശിഷ്യന്മാരായിരുന്ന ഇമാം ഇബ്നു ഖാസിമും അതുപോലെ തന്നെ ഇമാം സഹ്നൂൻ ഇബ്നു സഈദും ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് മുദവ്വന. ഈ മുദവ്വനയും അതുപോലെ തന്നെ മുവത്തയുമാണ് മാലിക്കി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളായി മാറിയത്. മാലിക്കി മദ്ഹബിലെ തന്നെയും പ്രധാനപ്പെട്ട സോഴ്സുകൾ, അതായത് അവരുടെ ഫിഖിൻ്റെ മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഖുർആനും സുന്നത്തും ആദ്യം വരുന്നു. അതുപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെ ഏറ്റവും വ്യതിരിക്തമായൊരു കാഴ്ചപ്പാടെന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന മദീനയിലെ പണ്ഡിതന്മാരുടെയും അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നുണ്ടായിരുന്ന താബികളെയും താബികളുടെയും അതുപോലെ തന്നെ സ്വഹാബികളുടെയും അഭിപ്രായങ്ങളിലാണ് കൂടുതൽ ഇമാം മാലിക് ബിൻ അനസ് കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ജീവിച്ചത് ആ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെയും നിയമ നടത്തിപ്പിൻ്റെയും നിയമവാഴ്ചയുടെയും എല്ലാം ലോകമായിരുന്ന മദീന, ആ മദീന അതുകൊണ്ട് തന്നെയാണ് ഇമാം മാലിക് ബിൻ അനസ് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന സോഴ്സായി മദീനക്കാരുടെ അഭിപ്രായം സ്വീകരിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഖിയാസും ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നു. അതുപോലെ തന്നെ ഉറഫും ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സോഴ്സായി മാറുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇജ്മാവുമുണ്ട്, കൂടെ ഇസ്തിഹ്സാലും
ഒരു സമൂഹത്തിൻ്റെ വെൽഫെയറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഇസ്തിഹ്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഫിഖ്ഹി സാങ്കേതിക സംജ്ഞയും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇദ്ദേഹം സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നിരവധി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്, ഉസ്താദുമാരായും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് മാലിക്കി മദ്ഹബ് പ്രധാനമായും കാണുന്നത് അത് സ്പെയിൻ ഏരിയ, നോർത്ത് ആഫ്രിക്കൻ ഏരിയ, ആ ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ മാലിക്കി മദ്ഹബ് ശക്തമായിരുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ മദീനൻ ഭാഗത്തും മാലിക്കി മദ്ഹബ് ഇന്നിന് ശക്തമായ സ്വാധീനമുണ്ട്. പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായിരുന്ന ഖാളി ഇയാദിനെ പോലെ, ഇബ്നു റുഷ്ദ്, ഖുർത്തുബി, ഇബ്നു ഖൽദൂൻ, അതുപോലെ തന്നെ വേറെയും നിരവധി പണ്ഡിതന്മാർ, ആധുനിക കാലത്ത് ഉസ്മാൻ ദാൻഫോദിയെ പോലുള്ള നിരവധി പണ്ഡിതന്മാരുമെല്ലാം മാലിക്കി മദ്ഹബിനെ ശക്തമായി ഫോളോ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ചില ഏരിയകളിൽ മാലിക്കി മദ്ഹബ് തന്നെ അവിടുത്തെ ഇസ്ലാമിൻ്റെ ഡൈമെൻഷനായി, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ സ്പാനിഷ് ഏരിയകളിൽ അവിടുത്തെ മുസ്ലിം ഭരണാധികാരികളുടെ നിയമവ്യവസ്ഥയുടെ പ്രധാന ആധാരമായി മാലിക്കി മദ്ഹബ് തന്നെ മാറുന്നുണ്ട്. ഇബ്നു റുഷ്ദിനെ പോലുള്ള പണ്ഡിതന്മാർ, ഖാദിയായിരുന്ന ഇബ്നു റുഷ്ദ്, അദ്ദേഹത്തിൻ്റെ ബിദായത്തുൽ മുജ്തഹിദ്, വനിഹായത്തുൽ മുഖ്തസദ് പോലുള്ള രചനകൾ ഒരുപക്ഷെ ആ ഭാഗത്ത് തുനീഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ആ ഏരിയകളിലെല്ലാം അവിടുത്തെ ഒരു നിയമവ്യവസ്ഥയുടെ പ്രധാന സോഴ്സായി മാറുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. മാലിക്കി മദ്ഹബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്, ഒരുപാട് ഖവായിദകളുള്ള ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും ലീഗൽ തിയറികളും ഒരുപാടുള്ള ഒരു മദ്ഹബായിട്ടാണ് മാലിക്കി മദ്ഹബിനെ എണ്ണുന്നത്. അല്ല ഔന പോലുള്ള രചനകൾ, അതുപോലെ തന്നെ ഇബ്നു അബി സയ്യിദ് ഖൈറാവാനിനെ പോലെ, ഇബ്നു റുഷ്ദിനെ പോലുള്ള നിരവധി ആൾക്കാരുടെ രചനകൾ ഈ മാലിക്കി മദ്ഹബിൻ്റെ പ്രധാന രചനകളാണ്. ഇതാണ് മാലിക്കി മദ്ഹബിൻ്റെ പ്രധാന സവിശേഷതകൾ. അതായത് അവരുടെ സോഴ്സ് എന്ന് നമുക്ക് പ്രത്യേകം ആവർത്തിച്ച് പറയേണ്ടത് ഖുർആനും സുന്നത്തും, മദീനക്കാരുടെ, മദീനയിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായങ്ങൾ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഖിയാസ്, ഉറഫ്, ഇസ്തിസ്ലാഹ്, ഇജ്മാ എന്നുള്ളതാണ്. ഇതാണ് മാലിക്കി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഹനഫി മദ്ഹബിനോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഒരു മദ്ഹബായിട്ടാണ് ഇമാം മാലിക്കിൻ്റെ മദ്ഹബിനെ എണ്ണുന്നത്. കാരണം ഇവരുടെ രീതികളും കാഴ്ചപ്പാടുകളും ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നതായും നമുക്ക് അവരുടെ വിവിധ മദ്ഹബുകളുടെ വിവിധ അഭിപ്രായങ്ങളിലേക്ക് കയറി ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. ഇതിന് ശേഷം പ്രധാനപ്പെട്ട മദ്ഹബാണ് ഇമാം അബൂ ഹനീഫയ്ക്കും അതുപോലെ തന്നെ ഇമാം മാലിക് ബിൻ അനസിന് ശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മദ്ഹബാണ് ഇമാം ഷാഫി മദ്ഹബ്. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർക്കപ്പെടുന്ന ഷാഫി മദ്ഹബ് 767 ജനിക്കുകയും 720 മരണമടയുകയും ചെയ്ത ഇമാം ഷാഫി ജനിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജനനം ഗാസയിലാണ്. ആ ഫലസ്തീനിലോട് തന്നെ, ഫലസ്തീൻ എന്നുള്ള ഒരു പ്രദേശത്തോട് അവിടെ ജനിക്കുകയും ഫലസ്തീനിൻ്റെ ഒരു വൈജ്ഞാനിക വ്യവഹാരം ഇസ്ലാമിക ലോകത്ത് അടയാളപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതനാണ് ഇദ്ദേഹം. നമുക്കറിയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അധ്യാപകനുമായിരുന്നു ഇദ്ദേഹം. കുറച്ച് കാലത്ത്, അതായത് ഇവരുടെ ഭരണത്തിൻ്റെ കുറച്ച് കാലത്ത് ഇദ്ദേഹം നജർ എന്ന് പറയുന്ന പ്രദേശത്തെ ഗവർണറായിരുന്നു. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ നജർ ഭാഗത്ത് ഗവർണറായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അഹ്ലു ബൈത്ത് ഫാമിലിയോടുള്ള ഒരു പൊളിറ്റിക്കൽ അപ്രോച്ചും ഇദ്ദേഹത്തിൻ്റെ ഒരു സിമ്പതിയും അതിൻ്റെ പേരിൽ പിന്നീട് ഭരണകൂടവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം അവിടെ ഇദ്ദേഹത്തെ ചെയിനിൽ ചങ്ങലയിട്ടുകൊണ്ട് ബാഗ്ദാദിലേക്ക് കൊണ്ടുവരികയും ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയും അവിടെ നടന്ന വാദപ്രതിവാദത്തിൽ ഹാറൂൺ റഷീദ് ഇമാം ഷാഫിയുടെ വാദം ശരിയാണെന്ന് അംഗീകരിക്കുകയും അദ്ദേഹത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന ഒരു കഥ നമുക്കറിയാൻ കഴിയും. പിന്നീട് അദ്ദേഹത്തെ ഇതേപോലെ ചില ഗവർണർ പോസ്റ്റുകളും ഖാദി പോസ്റ്റുകളും നൽകുന്നുണ്ട്. പക്ഷേ ഇമാം ഷാഫി അത് സ്വീകരിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വളരെ ടെറിബിളായ ഈ അനുഭവം അദ്ദേഹത്തെ അതിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇമാം ഷാഫിയുടെ അല്ലെങ്കിൽ ഹനഫി മദ്ഹബിൻ്റെ ഷാഫി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രത്യേകത, അതൊന്ന് 2 തരങ്ങളിലേക്ക് ഇത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതായത്
രണ്ട് വിഭാഗങ്ങളായിട്ട്, ഒന്ന് ഖദീം എന്ന് വിളിക്കപ്പെടുന്ന ബാഗ്ദാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അവിടെ ബാഗ്ദാദ് ഭാഗത്ത് ഇമാം മാലിക്കിൻ്റെ കാഴ്ചപ്പാടുകളോടും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയുടെ കാഴ്ചപ്പാടുകളോടും ഏറ്റവും കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള മദ്ഹബ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈജിപ്റ്റ്, അതിനുശേഷമുള്ള രണ്ടാം ഘട്ടം ഈജിപ്റ്റും പിന്നീടുള്ള അവസാനത്തെ കാലഘട്ടമെല്ലാം അതിനെ ജദീദായ അഭിപ്രായം എന്ന രീതിയിലാണ്. അങ്ങനെ രണ്ട് ഘട്ടം അദ്ദേഹത്തിൻ്റെ മദ്ഹബിൽ തന്നെ, ഒന്ന് ഖദീമായതും മറ്റൊന്ന് ജദീദായും എന്ന് തരുന്ന രണ്ട് ഘട്ടമാണ് നമുക്ക് ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ എല്ലാ മദ്ഹബുകളെ പോലെ തന്നെ ഇമാം ഷാഫിയുടെ മദ്ഹബിലും പ്രധാനപ്പെട്ട സോഴ്സുകളായി മാറുന്നത് അത് ഖുർആനാണ്, പിന്നെ സുന്നത്താണ്, ഇജ്മാ, ഖിയാസ്. ഈ പദപ്രയോഗങ്ങൾ പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ മദ്ഹബിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്തിഹ്സാഹ് പോലുള്ള പുതിയ പ്രവണതകളെ, അതായത് ഹനഫി മദ്ഹബിലും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയും തന്നെ മുന്നോട്ട് വെച്ച ഈ പദപ്രയോഗങ്ങളെ അത് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റിനെ, ഖുർആനും ഹദീസിനും നേരിട്ട് യോജിക്കുന്നതല്ല, നഖലിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തള്ളുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതായത് മനിസ്തഹസന ഫഖദ് ഷറഅ എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ പിൽക്കാലത്തെ പണ്ഡിതന്മാർ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നത് ഇമാം ഷാഫി മുഴുവനായും ഒരു സമൂഹത്തിൻ്റെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഖുർആനും ഹദീസും ഇല്ലാത്ത വിഷയങ്ങളിൽ ഇസ്തിഹ്സാനെ പോലുള്ള ഒരു പൊതു നന്മ മസ്ലഹത്ത് മുന്നിൽ വെക്കുന്ന കാര്യത്തെ എതിർത്തിരുന്നില്ല എന്ന് ചില പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പഠനത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ഷാഫിയുടെ അല്ലെങ്കിൽ ഷാഫി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇമാം ഷാഫി സ്വീകരിച്ച സ്ട്രിക്ട്നെസ് ആണ്. വളരെ കണിശമായ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് തന്നെയാണ് കൈ അനക്കുന്നതിനെക്കുറിച്ചും ഒരുപാട് അനക്കിയാൽ അത് നമസ്കാരം ബാത്തിലാവുന്ന വിഷയത്തിലേക്ക് അത്രയും സൂക്ഷ്മമായ ഒരു കാഴ്ചപ്പാട് ഇമാം ഷാഫി മുന്നോട്ട് വെക്കുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റായ, വളരെ ഒരുപക്ഷെ സങ്കുചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് പോലും ഇമാം ഷാഫി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇബാദത്ത് എന്നുള്ളത് അത് സൂക്ഷ്മതയോടുകൂടി പുലർത്തേണ്ട ഒരു കർത്തവ്യമാണ്. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഷാഫി മദ്ഹബിലെ തന്നെ നിരവധി പണ്ഡിതന്മാർ, ഇന്നും ഇസ്ലാമിക ലോകം വാഴ്ത്തിപ്പാടുന്ന നിരവധി പണ്ഡിതന്മാർ, അത് ഇമാം സുയൂത്തി ആവട്ടെ, ഇമാം ഗസാലി ആവട്ടെ, ഇബ്നു ഹജറുൽ അസ്ഖലാനി ആവട്ടെ, ഇബ്നു കസീർ ആവട്ടെ, മാവർദി, ബൈഹഖി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ, അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് എത്തുകയും പിന്നീട് കേരളത്തിൽ അവിടെ പിൽക്കാലത്ത് ഇസ്ലാമിൽ വിവിധ ഭാഗത്തു നിന്നുള്ള യമൻ അടക്കമുള്ള വിവിധ ഭാഗത്തു നിന്നുള്ള കേരളത്തിലേക്കുള്ള മൈഗ്രേഷൻ അടക്കം ഇവിടെ ഇസ്ലാം വ്യാപിക്കുകയും മുസ്ലിങ്ങൾക്ക് പണ്ഡിത നേതൃത്വം ഉണ്ടാവുകയും ചെയ്തവരെല്ലാം, ഈ പണ്ഡിത നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഷാഫി മദ്ഹബിൻ്റെ നേതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇമാമുമാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ഷാഫിയുടെ തന്നെ പ്രധാനപ്പെട്ട കിതാബുകളായ റിസാല, അതുപോലെ തന്നെ കിതാബുൽ ഉമ്മ്, ഈ രണ്ട് രചനകളാണ് ഒരുപക്ഷെ ഉസൂലുൽ ഫിഖുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളായി ഇന്ന് ഇസ്ലാമിക ലോകം കാണുന്ന രചനകൾ. അതിൽ പ്രത്യേകിച്ച് കിതാബുൽ ഉമ്മ് അത് ഉസൂലുൽ ഫിഖിൻ്റെ തന്നെ ഒരു മൂലകൃതിയായി ഇസ്ലാമിക ലോകം അതിനെ പരിഗണിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഷാഫി മദ്ഹബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ കോസ്റ്റൽ ഏരിയകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരങ്ങളിൽ, അതുപോലെ തന്നെ ഫലസ്തീൻ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മലായ് പെനിൻസുല, കേരളത്തിൽ, തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിൽ, അങ്ങനെ കോസ്റ്റൽ റീജിയനുകളിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഒരു മദ്ഹബായി കാണുവാൻ കഴിയും. അത് ഈജിപ്തിലുമുണ്ട്, നോർത്ത് ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലുമുണ്ട്, ബാഗ്ദാദിൻ്റെ ചില ഭാഗങ്ങളിലും ഇപ്പോഴും ഷാഫി മദ്ഹബിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും. ഇതിനുശേഷം നാലാമത്തെ പ്രധാനപ്പെട്ട മദ്ഹബാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഹംബലി മദ്ഹബ്. 780 ജനിക്കുകയും 855 മരണമടയുകയും ചെയ്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ
ബാഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ശതമാനം ജീവിതവും ബാഗ്ദാദിൽ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇമാം ഷാഫി അദ്ദേഹത്തെ ബാഗ്ദാദിലേക്ക് എത്തിയ സമയത്ത് ഇമാം ഷാഫിയുടെ ശിഷ്യനായും ഇദ്ദേഹം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിക ലോകത്ത് ഭൗതിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു സാഹചര്യവും കൂടി അബ്ബാസി ഖിലാഫത്തിനുണ്ടായിരുന്നു. അതിൽ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം ലഭിച്ച, അല്ലെങ്കിൽ പീഡനത്തിന് അർഹനായ, പീഡനത്തിന് കാരണക്കാരനായ, അതിൽ പീഡനം ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അത് ഒരു വിഷയമാണെങ്കിൽ പോലും ഇന്നത്തെ ഇസ്ലാമിക ലോക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തീവ്രവാദിയായ, അല്ലെങ്കിൽ കണിശക്കാരനായ, സങ്കുചിതനായ ഒരു ഇമാം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുള്ളത് എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ 9-ാം നൂറ്റാണ്ടിൻ്റെ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി ആ കാലഘട്ടത്തിലെല്ലാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അന്ന് മുസ്ലിം ലോകത്തുണ്ടായിരുന്ന വലിയ വെല്ലുവിളികളൊന്നായിരുന്ന മുഅ്തസിലി ചിന്താധാരയെ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിരവധി പതിറ്റാണ്ടുകൾ അദ്ദേഹം അതിനെ ചേർക്കുകയും ആ കാലങ്ങളിലെല്ലാം മഅ്മൂൻ്റെയും അമീൻ്റെയും പിന്നീടുള്ള കാലങ്ങളിലെല്ലാം ശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ജയിൽവാസം അനുഭവിക്കുകയും അങ്ങനെ അബ്ബാസി ഖലീഫ മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വതന്ത്രനാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലെല്ലാം ശക്തമായ വാഗ്വാദങ്ങളിലും അതുപോലെ തന്നെ സംവാദങ്ങളിലും, മുഅ്തസിലി പണ്ഡിതന്മാരുമായിട്ടുള്ള സംവാദങ്ങളിലും അദ്ദേഹം ഇടപെടുന്നതായി കാണുവാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ മെഹ്ന എന്നുള്ള ഒരു പരീക്ഷണ കാലഘട്ടം എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമായി, ദീപസ്തംഭമായി നിലനിന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇമാം ഷാഫിയാണ്, മറ്റൊന്ന് ഇമാം അബൂ ഹനീഫയുടെ തന്നെ ശിഷ്യനായിരുന്ന ഇമാം അബൂ യൂസുഫാണ്. ഇവരാണ് പ്രധാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അധ്യാപകർ. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബായ ഹംബലി മദ്ഹബിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്നത് സ്വാഭാവികമായും ഒന്ന് ഖുർആനും അതുപോലെ തന്നെ സുന്നത്തും സ്വഹാബികളുടെ ഇജ്മാ എന്നത് മൂന്നാമതായി അദ്ദേഹം ചേർക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഖിയാസിനെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഖിയാസ് കൂടുതൽ പ്രിഫറബിൾ അല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം വെക്കുന്നത്. അതുപോലെ തന്നെ ഇജ്മാ എന്നുള്ളൊരു യൂണിവേഴ്സലായ കൺസെപ്റ്റായി ഇമാം അബൂ ഹനീഫ മുന്നോട്ട് വെക്കുന്നില്ല. കാരണം അതൊരു ഇമ്പോസിബിളായ, അസാധ്യമായ ഒരു ഏകോപനമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സ്വഹാബികളുടെയും അല്ലെങ്കിൽ താബികളുടെയും കാലഘട്ടത്തിലൊക്കെയും അവരുടെ ഉള്ള പണ്ഡിതന്മാരെയും ഉള്ള ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഒരു ഏകോപനം സാധ്യമായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ മുസ്ലിം വിവിധ ഭാഗത്തേക്ക് മാറുകയും വിവിധ പണ്ഡിതന്മാർ വിവിധ ഭാഗത്തേക്ക് ചിതറിപ്പോവുകയും ചെയ്തതുകൊണ്ട് ഈ പണ്ഡിതന്മാരെല്ലാവരെയും കൂടി ഏകോപിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് അസാധ്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മസ്ലഹ എന്നുള്ള കാഴ്ചപ്പാടിനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അംഗീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിം സമൂഹത്തിൻ്റെ സമകാലികമായ സാഹചര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ തന്നെ പൊതുനന്മ, അവർ ജീവിക്കുന്ന സാഹചര്യത്തിനും സമൂഹത്തിനും പറ്റുന്ന തരത്തിൽ ഇസ്ലാമിക ആശയങ്ങളെ വിശദീകരിക്കേണ്ടത്, നിയമനിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാഴ്ചപ്പാടും കൂടിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുന്നോട്ട് വെച്ചത്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിൽക്കാല ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ, സ്കൂൾ ഓഫ് തോട്ടുകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നത് ഹംബലി മദ്ഹബായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് പിൽക്കാലത്ത് മറ്റൊരു ഫിലോസഫിയുടെ, മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ, സലഫിയ എന്ന് വിളിക്കപ്പെടുന്ന സലഫി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കായി ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ചിന്തയെ ചേർത്ത് വെക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്നത് സലഫി എന്ന തോട്ട് ഒരു പ്രോബ്ലമാറ്റിക്കായ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്.
അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ റിജിഡാണ്, സങ്കുചിതത്വം ഉള്ളതാണ് എന്ന് പറഞ്ഞു വെക്കുകയും എന്ന് ചിത്രീകരിക്കുകയും അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് എന്നുള്ള തരത്തിലേക്ക് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സലഫി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അടിയാധാരം ഹംബലി മദ്ഹബാണ് എന്ന, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ചിന്തയാണ് എന്നുള്ള വിശദീകരണം അത് അപകടകരമായ ചിന്തയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുതിയ ചിന്തകളെ അത് ഇദ്ദേഹം ഉൾക്കൊണ്ടില്ല. അതുപോലെ തന്നെ ആ ചിന്തകളെ നഖ്ലിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് റിപ്പോർട്ടിൻ്റെയും ഈ റിവായത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതിക വളർച്ചയെ തളച്ചിടുകയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തത് എന്ന വാദം പറയുവാൻ വേണ്ടിയിട്ടാണ് സലഫി സ്കൂൾ ഓഫ് തോട്ടിലേക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബിനെ ചേർത്ത് വായിക്കുന്നത് എന്ന ഒരു പൊളിറ്റിക്സും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ തന്നെ ഇമാം ഷാഫിയും അതുപോലെ തന്നെ ഹനഫിയും മാലിക്കി മദ്ഹബുമെല്ലാം സലഫു സാലിഹീങ്ങളുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പക്ഷെ പിൽക്കാലത്ത് ഈ ഈ മദ്ഹബിനെ കുറിച്ചുള്ള പണ്ഡിതന്മാർ, യൂറോപ്യൻ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റ് റൈറ്റേഴ്സ് എല്ലാം അതിനെ ഒരു റിജിഡായ മദ്ഹബായി ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരത്തിലുള്ള വായന രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ലോകത്ത് പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ, അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെ, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, നിരവധി പണ്ഡിതന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം, പിന്നീട് ഇബ്നു തൈമിയ പോലുള്ള പണ്ഡിതന്മാർ ഹംബലി മദ്ഹബിനെ കൂടുതൽ പ്രിഫർ ചെയ്തു എന്നതും കൂടിയാണ് സലഫി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആധാരമായി ഹംബലി മദ്ഹബിനെ ഇങ്ങനെയുള്ള വായനകൾ ചേർത്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഹംബലി മദ്ഹബ് സ്വാഭാവികമായും നജ്ദ് അടക്കമുള്ള സൗദി അറേബ്യയിലെ നല്ല ശതമാനം ഭാഗങ്ങളിൽ ഹംബലി മദ്ഹബ് പ്രചാരം നേടിയിട്ടുണ്ട്. സാധാരണ എല്ലാ മദ്ഹബുകളെയും അപേക്ഷിച്ച്, ബാക്കി 3 മദ്ഹബുകളെയും അപേക്ഷിച്ചുകൊണ്ട് ഹംബലി മദ്ഹബിൻ്റെ സ്വാധീനം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ചർച്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം കൂടിയാണ് കേരളത്തിലേക്കുള്ള മദ്ഹബുകളുടെ വ്യാപനം. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിലൂടെ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ വ്യാപനം തന്നെ അറബികളിലൂടെയാണ്. കാരണം നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ കേരളം വിട്ടുള്ള നല്ല ശതമാനം സദേൺ സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും അത് തുർക്കി അഫ്ഗാനി ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ സൈനിക പര്യടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരിത്രത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ വ്യാപനം അധികവും ഉണ്ടാവുന്നത്. അതുപോലെ 700-കളിൽ മുഹമ്മദ് ബിൻ ഖാസിം ബസറയിൽ നിന്നുള്ള, ബാഗ്ദാദിൽ നിന്നുള്ള വരവ്, അദ്ദേഹത്തിൻ്റെയും ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കേരളത്തിലേക്കുള്ള ഒരു ഇസ്ലാമിക വ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പിൽക്കാലത്തും തൊട്ടുള്ള കാലത്തെല്ലാം കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് കാരണമാവുന്നുണ്ട്. പിന്നീട് മദ്ഹബുകൾ ശക്തമായി രൂപപ്പെടുകയും ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, അതുപോലെ തന്നെ ഷാഫി മദ്ഹബൊക്കെ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് വിവിധ ഭാഗങ്ങളിലേക്ക് പടരുകയും ഈ പണ്ഡിതന്മാർ, ഈ മദ്ഹബ് ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് യമൻ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ ഷാഫി മദ്ഹബിന് ശക്തമായി വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്ര തീരത്തേക്കുള്ള കച്ചവട, പ്രബോധന, വ്യാപാര ബന്ധങ്ങൾ മുസ്ലിങ്ങൾ രൂപപ്പെടുത്തിയ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് യമൻ നിന്നുള്ള പ്രത്യേകിച്ച് മഖ്ദൂമി ഫാമിലികൾ, അതുപോലെ തന്നെ സയ്യിദ് ഫാമിലികൾ, വേറെയും ചില പണ്ഡിത കുടുംബങ്ങൾ
ഈ തെക്കൻ ഇന്ത്യയിലേക്ക്, ദക്ഷിണ ഇന്ത്യയിലേക്ക് വരികയും അവർ തമിഴ്നാട്, കർണാടക, കേരളമുള്ള പ്രദേശങ്ങളിൽ വ്യാപാര പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ബന്ധങ്ങളിലൂടെയാണ് കേരളത്തിലെ ഷാഫി മദ്ഹബിൻ്റെ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൻ്റെ ശക്തമായ പ്രചാരണത്തിന് കാരണമാവുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മഖ്ദൂമി ഫാമിലിയാണ്. പിന്നീട് സയ്യിദ് തങ്ങൾ കുടുംബവും ഇതേപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ, നിരവധി പണ്ഡിതന്മാർ, ഈ കുടുംബവുമായി ബന്ധമുള്ള ആ ഒരു മലബാർ ഭാഗത്ത് ജീവിച്ച 90% പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മറ്റൊരു മദ്ഹബ് കേരളത്തിൽ സ്വാധീനം തേടുന്നത് അത് ഹനഫി മദ്ഹബാണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഷാഫി മദ്ഹബ് കൊണ്ടാണെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ, പ്രത്യേകിച്ച് കർണാടക, ഗുജറാത്ത് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ തന്നെ ഹൈറേഞ്ച് ഏരിയകളിലേക്ക്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിലേക്കുള്ള ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ, ആ ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബിൻ്റെ ശക്തമായ പ്രചാരണത്തിനും കാരണമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള പന്തളം ഇങ്ങനെ അടക്കമുള്ള ഡിസ്ട്രിക്റ്റുകളിലും പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിലുമെല്ലാം ഹനഫി മദ്ഹബ് ശക്തമായ സ്വാധീനം തേടിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു മദ്ഹബുകളുടെ വ്യാപനം കൂടുതലുണ്ടാവുന്നത്. ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബിൻ്റെ വളരെ തുച്ഛമാണ്. പക്ഷേ ഈ മദ്ഹബുകളെക്കുറിച്ചും കേരളത്തിലെ പാഠശാലകളിൽ, ദീനി മദാരിസുകളിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ചും മുൻകാല പണ്ഡിതന്മാരും പിൽക്കാല പണ്ഡിതന്മാരും നടത്തുന്നതായും ഗവേഷണം ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ലോകത്തിൽ, ഇസ്ലാമിക ലോകത്തിലുണ്ടായ പ്രധാനപ്പെട്ട 4 മദ്ഹബുകളുടെ വ്യാപനവും അതിൻ്റെ ചരിത്രവും. അത് കേരളത്തിലേക്ക് എത്തിയതിൻ്റെ ചരിത്രവും ഇങ്ങനെയാണ്. ഇതല്ലാതെ തന്നെ നിരവധി മദ്ഹബുകളുണ്ട്. അൽ മദാഹിബുൽ മുൻദരിസ എന്ന് വിളിക്കപ്പെടുന്ന മൺമറഞ്ഞു പോയ നിരവധി മദ്ഹബുകളുണ്ട്. ഇമാം ബൈഹഖി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരുടെ മദ്ഹബുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും ലോകത്ത്, പ്രത്യേകിച്ച് സുന്നി ലോകത്ത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്വാധീനമുള്ളത് ഈ 4 മദ്ഹബുകളാണ്. അതുപോലെ തന്നെ ഷീഈ മദ്ഹബുകളും വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ചർച്ചകൾ പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.